ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റിലുള്ള നല്ലൊരു ബിരിയാണിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ബിരിയാണി വളരെ സ്പെഷ്യൽ രീതിയിലാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. നമ്മൾ സാധാ തയ്യാറാക്കുന്ന രീതിയിൽ നിന്ന് കുറച്ചൊരു ഡിഫറെൻറ്റ് രീതിയിലാണ് നമ്മളിതിൻ്റെ മസാലയൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. വളരെ ഡിഫറെൻറ്റ് ടേസ്റ്റായിട്ടുള്ളൊരു ബിരിയാണിയാണിത്. അപ്പോൾ ഈ ഒരു വീഡിയോയിലോട്ട് കിടക്കാം. അതിന് മുന്നേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്തേക്കാം. നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ഈ ഒരു ബിരിയാണി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 2 കപ്പ് ബസ്മതി അരിയാണ് എടുത്തിരിക്കുന്നത്. സാധാ റെഗുലർ ബസ്മതി അരിയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. നമ്മൾ ചോറുണ്ടാക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഏത് അരിയാണോ എടുക്കുന്നതെങ്കിലും അതിങ്ങനെ നന്നായിട്ട് വെള്ളം ഒഴിച്ച് കഴുകിയിട്ട് അതിൻ്റെ ഒരു ഇതുപോലെ വെള്ള പശപശപ്പുണ്ടല്ലോ, ഈ ഒരു വെള്ള കളറ് മാറുന്നത് വരെ നന്നായിട്ട് നമ്മൾ വാഷ് ചെയ്തെടുക്കണം. എന്നാലാണ് നമുക്ക് ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക കേട്ടോ ആ ഒരു അരിൻ്റെ. ഇനി നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് സോക്ക് ചെയ്തെടുക്കണം. ഇത് ബസ്മതി റൈസ് ആയതുകൊണ്ടാണ് നമ്മൾ സോക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിത് ഇവിടെ സോക്ക് ചെയ്തിട്ട് മാറ്റി വെക്കുകയാണ്. നിങ്ങൾക്ക് ഏത് അരി വേണമെങ്കിലും എടുക്കാം കേട്ടോ, പക്ഷേ ബസ്മതി റൈസാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ്. ഇനി നമ്മൾ ഇതിലേക്കുള്ള അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്ന് വറുത്തെടുക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും വറുത്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളതാണ്, ഓയിലാണ് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 3 മീഡിയം വലുപ്പത്തിലുള്ള ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. അത് മൊത്തത്തിൽ തന്നെ ഞാൻ ഇതുപോലെ തന്നെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഗാർണിഷ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾ മസാലയിലൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത്. നമുക്കിതിലേക്ക് ചിക്കൻ വേണം. അപ്പം ഞാനിപ്പോൾ ഇവിടെ 1 കിലോൻ്റെ അടുത്ത് വരുന്ന ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ബിരിയാണി കട്ടായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് ഒരു മസാല പ്രിപ്പയർ ചെയ്യണം. ഈ ഒരു ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലേക്ക് ബദാം, അണ്ടിപ്പരിപ്പ്, ഏലക്കായ, പട്ട, ഗ്രാമ്പൂ, കുരുമുളക് എല്ലാം ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ അളവൊക്കെ ഞാൻ കറക്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് ചെറുതായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ഉള്ളി ഫ്രൈ ചെയ്ത എണ്ണ ഉണ്ടല്ലോ, ആ എണ്ണ തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. അതിലേക്ക് കുറച്ച് പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ വഴറ്റിയെടുക്കാം. ആ പച്ച ചുവയൊക്കെ ഒന്ന് മാറി ഒന്ന് മൊരിഞ്ഞു വരണം. ഇനി നമുക്ക് നേരത്തെ നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടുള്ള ആ അണ്ടിപ്പരിപ്പും ബദാമും ഒക്കെ ഉണ്ടല്ലോ, അതൊന്ന് പൊടിച്ചെടുക്കണം. ഇതുപോലെ ഞാൻ ഇങ്ങനെ നന്നായിട്ട് ഒരുപാട് ഫൈൻ ആക്കേണ്ട, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പൊടിച്ചെടുക്കാം. ഇതിനകത്തുനിന്ന് കുറച്ച് പൊടി നമുക്ക് മാറ്റി വെക്കണം. എന്തിനാന്ന് പറഞ്ഞാൽ നമുക്കിത് കുറച്ച് ഇതുണ്ട്, ഈ പൊടിയാണ് കേട്ടോ ഇതിൻ്റെ ഒരു മെയിൻ ഫ്ലേവർ ഈ ഒരു ബിരിയാണീൻ്റെ. അപ്പോൾ അതുകൊണ്ട് അത് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഉള്ളിയും അതുപോലെ തന്നെ വഴറ്റി വെച്ചിട്ടില്ലേ, അത് ഉള്ളിയും പച്ചമുളകും ഇഞ്ചി അതൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു കൈപ്പിടി മല്ലിയിലയും ഒരു കൈപ്പിടി പുതിനയിലയും ചേർക്കാം. എന്നിട്ട് അരയാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കണം. ഇനി നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് നമ്മൾ അരച്ച ആ കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ചേർക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. തൈര് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ ചേർത്ത് കൊടുക്കണം. 1 കപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം പുളിയുള്ള തൈര് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും നമ്മൾ ബിരിയാണി മസാല പൗഡറാണ് എടുക്കുന്നത്. ഞാനിവിടെ മലബാർ ബിരിയാണി മസാല പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഏത് ബിരിയാണി മസാല പൗഡറാണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഇത് ഒരു പ്രത്യേക ടേസ്റ്റായിട്ട് ഫീൽ ചെയ്തു. ഇനി ഇതിലേക്ക് പൊരിച്ച ഉള്ളിയിൽ നിന്ന് ഒരു കൈപ്പിടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് 1-2 മണിക്കൂറോളം നമുക്കൊന്ന് ഫ്രിഡ്ജിൽ മാറ്റി വയ്ക്കാം. ഓവർനൈറ്റ് ആണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. നമ്മുടെ ചിക്കനൊക്കെ നല്ല ജ്യൂസിയായി സോഫ്റ്റ് ആയിട്ടുണ്ടാകും, തൈരിലൊക്കെ സോക്ക് ചെയ്ത് വെക്കുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ എന്തായാലും ഇതിപ്പോൾ ഞാനിങ്ങനെ കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. ഇനി നമുക്കിതിലേക്കുള്ള ചോറ് പ്രിപ്പയർ ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു പാത്രത്തിലേക്ക് കേട്ടോ. അത് പെട്ടെന്ന് തന്നെ വെള്ളം തിളച്ച് കിട്ടാൻ ടിപ്പാണ്. ഞാൻ കെറ്റിലാണ് വെള്ളം എടുത്തിരിക്കുന്നത്. ഇരട്ടിയധികം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ചെറുനാരങ്ങയുടെ പകുതി മുഴുവൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന കുതിർത്ത ശേഷം ഊറ്റി വെച്ചിരിക്കുന്ന അരി ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 10-20 മിനിറ്റ് സോക്ക് ചെയ്താൽ മതിയാവും. അതിൽ കൂടുതലൊന്നും സോക്ക് ചെയ്യേണ്ട. ഒരുപാട് സോക്ക് ചെയ്താൽ വെന്ത് കുഴഞ്ഞു പോകും, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ അരി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തിളച്ച് വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മളത് അടച്ച് വെക്കുകയാണ്. അടച്ച് വെച്ചിട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അരി ഒരു 3/4 ഭാഗത്തോളം വെന്ത് കഴിയുന്നത് ഈ ഒരു രീതിയിലാകുമ്പോഴത്തേക്കും നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഊറ്റിയെടുക്കണം. നമ്മൾ ആ രീതിയിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അതല്ല നെയ്ച്ചോറുണ്ടാക്കി ചെയ്യുന്ന അതല്ല, നമ്മൾ ഊറ്റിയിട്ട് മാറ്റി വെക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ ബിരിയാണി ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ആ റൈസ് മാറ്റി വയ്ക്കുകയാണ്.
അപ്പോഴത്തേക്കും നമ്മുടെ ഒരു 1-2 മണിക്കൂറൊക്കെ കഴിഞ്ഞു. നമ്മുടെ മസാലയൊക്കെ ഇവിടെ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് തണുക്കാൻ മാറ്റി വെച്ചു. ഇനി നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് അതിനകത്തോട്ട് നമ്മൾ ഈ ഒരു ബിരിയാണീൻ്റെ കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകിയ വെള്ളം ചേർക്കാം. പിന്നെ കുറച്ച് ചിക്കൻ മസാല, ഞാനിവിടെ മലബാർ ബിരിയാണി മസാല പൗഡറിൻ്റെ ചിക്കൻ മസാല പൗഡറാണ് എടുത്തിരിക്കുന്നത്, മലബാർ മസാലയുടെ. പിന്നെ ഒരു കൈപ്പിടി തന്നെ പൊരിച്ച ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ മസാല നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഈ മസാലേൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ചേരുവ എന്ന് പറയുന്നത് പാലാണ്. ഞാനിവിടെ 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1/2 കപ്പ് ഫ്രഷ് ക്രീം അല്ലെങ്കിൽ മലായി ചേർത്ത് കൊടുക്കുക. മലായി അല്ലെങ്കിൽ ഫ്രഷ് ക്രീം കേട്ടോ, പാലിൻ്റെ കട്ടിയില്ലേ, അതാണ് നമ്മൾ പറഞ്ഞ മലായി എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രഷ് ക്രീം ആയാലും കുഴപ്പമില്ല. എന്നിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിനകത്ത് തൈര്, പാല്, അതുപോലെ തന്നെ ഈ ഫ്രഷ് ക്രീമൊക്കെ അത്യാവശ്യം നല്ലതുപോലെ ചേർക്കണം. അപ്പോഴാണ് കേട്ടോ ആ ഡിഫറെൻറ്റ് ടേസ്റ്റാണ് ഈ ഒരു ബിരിയാണിക്ക്. ഇത്രയും ഗ്രേവി വേണം കേട്ടോ ഈ ഒരു ബിരിയാണിക്ക്, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും ഇത്രയും ഒക്കെ ഉള്ളതുകൊണ്ട്, ഇത്രയും പാലും ഫ്രഷ് ക്രീമൊക്കെ ചേർത്തതുകൊണ്ട്. ഇനി ലോ ഫ്ലെയിമിലൊന്ന് നമുക്ക് അടച്ച് വെച്ച് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ നമ്മുടെ ചിക്കനൊക്കെ അത്യാവശ്യം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ലതായിട്ട് ഒരുപാട് അങ്ങനെ വെന്ത് കുടയണ്ട, കുറച്ചൊന്നും പിന്നെ ദമ്മിൽ കിടന്ന് വേവുമല്ലോ, അപ്പോൾ ആ രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന പൊടി ഉണ്ടല്ലോ, അത് കുറച്ചൊന്ന് 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഈ പൊടിയാണ് കേട്ടോ ഇതിൻ്റെ ഒരു മെയിൻ ഫ്ലേവർ, അപ്പോൾ അതെന്തായാലും ചേർക്കണം. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് എരിവിന് വേണ്ടി മുളകും മല്ലിയിലും ചേർക്കുന്നത് എരിവിനനുസരിച്ച് നോക്കി നിങ്ങളെ ഫ്ലേവർ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കാം കേട്ടോ. പച്ചമുളകിൻ്റെ ടേസ്റ്റാണ് ഇതിന് നിൽക്കുന്നത്. പിന്നെ നമ്മൾ മസാലപ്പൊടിയിലേക്ക് കുരുമുളക് ചേർത്തിട്ടുണ്ട് കേട്ടോ പൊടിക്കുമ്പോൾ, അപ്പോൾ കുരുമുളകിൻ്റെ ടേസ്റ്റും ഉണ്ടാകും. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചോറ് ലെയറായിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ 2 ലെയറായിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ലെയർ ചെയ്തതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് ബിരിയാണി മസാല പൗഡറും പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഉള്ളി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരി അതൊക്കെ നമ്മൾ ബദാം അതൊക്കെ പൊരിച്ചത് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ മല്ലിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നെയ്യൊക്കെ ചേർത്ത് നമ്മൾ സാധാരണ ബിരിയാണി ദം ചെയ്തെടുക്കുന്നത് പോലെ തന്നെയാണ് നമ്മളിത് ദം ചെയ്തെടുക്കുന്നത്. അപ്പോൾ അടുത്ത ലെയറും കൂടി ഇതുപോലെ തന്നെ നമ്മൾ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു പാലിൻ്റെ ആ ടേസ്റ്റാണ് കേട്ടോ മെയിനായിട്ടുള്ള ഫ്ലേവർ. പിന്നെ നമ്മൾ ഇതിനകത്ത് ചേർക്കുന്ന പച്ചമുളകാണ്. എരിവിന് നമ്മൾ വേറെ മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല. ചിക്കൻ മസാല ഓപ്ഷണലാണ്. ഞാനിപ്പോൾ ചിക്കൻ മസാല ചേർത്തെന്ന് മാത്രം, നിർബന്ധമൊന്നുമില്ല. ശരിക്കും ഒരു വൈറ്റ് ആയിട്ടുള്ളൊരു കളറിലാണ് ഇരിക്കുക ഈ ഒരു ബിരിയാണി. ഒരുപാട് അങ്ങനെ ഒരു റെഡ് കളറിലൊന്നല്ല ഇരിക്കുക. അങ്ങനെ ഇപ്പോൾ ഞാൻ ഫൈനൽ ലെയറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ലെയറും നമ്മൾ അതുപോലെ തന്നെയാണ് ഞാൻ സെറ്റ് ചെയ്തെടുക്കുന്നത്. അവസാനം മൊത്തം പൊടിയും ഞാൻ എൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പൊടി നിർബന്ധമായിട്ട് ചേർക്കണം കേട്ടോ. ആ പൊടി ചേർക്കുമ്പോഴാണ് ആ ഒരു ബിരിയാണിക്ക് ഭയങ്കര ഒരു ഡിഫറെൻറ്റ് ഫ്ലേവർ തന്നെയാണ്. നിങ്ങൾ കാണുന്ന പോലെയല്ല, നമ്മളെ സാധാ ബിരിയാണി പോലെ അല്ല കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ്. ഭയങ്കര ഡിഫറെൻറ്റ് ഫ്ലേവറാണ്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ നോർത്ത് ഇന്ത്യൻ ആ ഒരു ഫ്ലേവർ ടേസ്റ്റും കൂടി ഇതിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് മലായി ടിക്ക അതുപോലെ തന്നെ അങ്ങനത്തതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു പക്ഷേ ഇത് ഇഷ്ടപ്പെടുമായിരിക്കാം. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ റെസിപ്പി. വേറെ തന്നെ ഒരു ടെക്സ്ചറാണ്. ഇനി ലോ ഫ്ലെയിമിൽ നമ്മളൊന്ന് ദം ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ലോ ഫ്ലെയിമിൽ ദം ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 15-20 മിനിറ്റ് ദം ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ അതിപ്പോൾ ദമ്മായി കഴിഞ്ഞു. അപ്പോൾ ഞാൻ എന്തെന്ന് വെച്ചാൽ എടുത്ത് നോക്കണം. 5 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ആവിയിൽ സെറ്റിൽ ആവാൻ വെക്കണം. അതിനുശേഷം എടുക്കുകയാണ്. അപ്പം ഇതിങ്ങനെ കുറച്ചൊരു സ്റ്റിക്കി ആയിട്ടായിരിക്കും കേട്ടോ റൈസ് ഉണ്ടായിരിക്കുക. പിന്നെ നമ്മൾ ദം ചെയ്തൊന്ന് സെറ്റായി വരുമ്പോൾ ഒക്കെ റെഡിയാവും. കണ്ടോ ഈ രീതിയിലുണ്ടാവുക. കണ്ടില്ല ആ മലായിയുടെ ടേസ്റ്റ്, അതായത് ആ പാലും ഫ്രഷ് ക്രീമിനും കിടന്നതുകൊണ്ട് അതിൻ്റെ ഫ്ലേവേഴ്സൊക്കെ ഈ ചോറിലിട്ട് വേറെ തന്നെ ഒരു ടേസ്റ്റാണ് കേട്ടോ. അത് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പിന്നെ നമ്മുടെ സാധാ മലബാർ ബിരിയാണി ആയിട്ട് ഇതിനെ നിങ്ങൾ കമ്പയർ ചെയ്യരുത്. നമ്മൾ നോർത്ത് ഇന്ത്യൻ നാട്ടിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെറൈറ്റി ബിരിയാണികൾ കിട്ടുമല്ലോ. തലപ്പക്കട്ടി ബിരിയാണി, മണീസ് ബിരിയാണി, മേഘ്ന ബിരിയാണി എന്നൊക്കെ പറഞ്ഞ് കുറേ ബിരിയാണീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനൊക്കെ ഭയങ്കര ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സാണ്. അപ്പം നമുക്ക് നമ്മുടെ നാട്ടിലെ ബിരിയാണി ആയിരിക്കും ഇഷ്ടമുണ്ടായിരിക്കുക. പക്ഷേ ഇതുപോലെയുള്ള ബിരിയാണീസൊക്കെ ഇടയ്ക്ക് നിങ്ങളൊന്ന് കഴിച്ച് നോക്ക്. അപ്പോഴാണ് രസം. നമ്മുടെ നാവും രുചിയും ഒക്കെ നമ്മൾ വൈവിധ്യങ്ങളൊക്കെ നമ്മൾ അറിയണ്ടേ. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ഫീലിംഗ് ആണ് കേട്ടോ. ഈ ഒരു ബിരിയാണി ഉണ്ടാക്കിയപ്പോൾ എനിക്കൊരു സ്പെഷ്യൽ ഫീലിംഗ് ആണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ടുള്ളത്. ഭയങ്കര ഡിഫറെൻറ്റ് ഫ്ലേവറാണ് കേട്ടോ. നല്ലൊരു ടേസ്റ്റുമാണ്. ഇടയ്ക്കൊക്കെ നിങ്ങളിത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതാ
കണ്ടില്ലേ റൈസൊക്കെ ഇങ്ങനെ കുറച്ചൊരു സ്റ്റിക്കി ആയിട്ടാണ് ഉണ്ടായിരിക്കുക. പക്ഷേ അത് ചൂടോട് കൂടി അങ്ങനെ ഉണ്ടാവുക. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ സെറ്റ് ആവും കേട്ടോ. പിന്നെ എന്താ കണ്ടില്ല ഈ രീതിയിലാണുള്ളത്. പിന്നെ ഒരുപാട് നേരം വെക്കരുത്, കാരണം എന്ന് വെച്ചാൽ ഇത് അടി പിടിക്കാനൊക്കെ നല്ല ചാൻസ് ഉണ്ട്. പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലൊക്കെ തന്നെ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ അടിയിലൊക്കെ പിടിച്ച് പോകാനൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ അത്യാവശ്യം നല്ലോണം പാലും തൈരൊക്കെ ചേർത്തിട്ട് വേണം ഇത് തയ്യാറാക്കി എടുക്കാൻ. നമ്മൾ തക്കാളി ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. അത് പുളിക്ക് ആ തൈര് തന്നെയാണ്, തൈര് ചെറുനാരങ്ങ നീരൊക്കെയാണ് പുളിക്ക്. അപ്പോൾ അതുകൊണ്ട് പുളി നല്ല ഉള്ള തൈര് ചേർക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങളൊക്കെ. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു റിച്ച് ആയിട്ടുള്ള ക്രീമി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്തേക്കുക. അതുപോലെ ഈ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവുമല്ലോ, അതുപോലത്തെ വെറൈറ്റി റെസിപ്പീസ്, അതുപോലെ തന്നെ ഇങ്ങനത്തെ കുക്കിംഗ് പല റെസിപ്പികളൊക്കെ ട്രൈ ചെയ്ത് നോക്കാനും ഒക്കെ ഇഷ്ടമുള്ള ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ എല്ലാവരുടെ ഫാമിലിയിലും ഉണ്ടാകും ഒരു കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന ഒരാൾ. എല്ലാവരും കുക്കിംഗ് ചെയ്യുന്നവർ തന്നെയാണ്, പക്ഷേ കുക്കിംഗ് ഇഷ്ടത്തോടു കൂടി പാഷനോട് കൂടി ചെയ്യുന്ന ഒരാളെങ്കിലും നിങ്ങളുടെ അറിവിലുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അയാൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ജെന്യുവിൻ ആയിട്ടുള്ള വ്യൂവർഷിപ്പ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഏറ്റവും സന്തോഷം. അതുപോലെ തന്നെ ജെന്യുവിൻ ആയിട്ടുള്ള കമൻസുകളും എനിക്ക് കിട്ടാറുണ്ട്. കണ്ടില്ലേ, ഈ ഒരു ടെക്സ്ചർ നിങ്ങൾ കണ്ടോ, ബിരിയാണീൻ്റെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനാണ്. അപ്പോൾ ഇതുപോലെയുള്ള മറ്റു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും ഇൻഷാ അല്ലാഹ് റസ്നാസ് റെസിപ്പിയിലൂടെ കണ്ടുമുട്ടാം. അതുവരേക്കും ടാറ്റാ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.